ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അലീന. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ വിസയുടെ തടസ്സം മൂലമാണ്. ഞാൻ വിസയ്ക്ക് ഈ വിസയുടെ തടസ്സത്തിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുത്തതെങ്കിലും എനിക്ക് ഫസ്റ്റ് സാക്ഷ്യം പറയാനുള്ളത്, എനിക്ക് ആദ്യം അവിടെ ഞാൻ ദുബായിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് ഒരുപാട് പാടുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ചിക്കൻ ബോക്സ് മാറുന്നതിനും അതായത് തുടങ്ങുന്നുണ്ടായിരുന്നുള്ള ആ ടൈമിൽ തന്നെ ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടുമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വിശ്വാസപ്രമാണം വെച്ച് നെറ്റിയിൽ ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ 2 ദിവസത്തിനുള്ളിൽ എൻ്റെ ചിക്കൻ ബോക്സിൻ്റെ പാടുകളെല്ലാം പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. പിന്നെ ഞാൻ 6 മാസമായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ അയക്കുന്നുണ്ടായിരുന്നു COE ലഭിക്കാനായിട്ട്. എനിക്ക് COE ലഭിച്ചാൽ മാത്രമാണ് എനിക്ക് വിസ അപ്രൂവായി ലഭിക്കുകയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ COE ലഭിക്കാൻ വേണ്ടി ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പലതവണ മെയിൽ അയച്ചിരുന്നെങ്കിലും എനിക്കത് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് ഡോക്യുമെൻറ്റ്സ് എനിക്ക് അയച്ചുകൊണ്ടിരുന്ന മെയിലിലെല്ലാം ഞാൻ മാതാവിൻ്റെ തൈലം ഉപയോഗിക്കുമായിരുന്നു, കുരിശ് വരച്ച് വിശ്വാസപ്രമാണം എത്തിച്ച്. അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ അച്ഛനെ വന്ന് കാണുകയുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി 5 ദിവസം, അച്ഛൻ 35 ദിവസം എന്ന് പറഞ്ഞ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായി. 5 ദിവസത്തിനുള്ളിൽ എനിക്ക് ആ ഡോക്യുമെൻ്റ് ലഭിക്കുകയും അങ്ങനെ വിസയ്ക്ക് വയ്ക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഇടയിൽ മെഡിക്കൽ ചെയ്യാൻ ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ മെഡിക്കൽ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ രണ്ടാമത് മെഡിക്കൽ എടുക്കാൻ പോകുന്നതിന് മുമ്പ് മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വെച്ച് മാതാവിൻ്റെ തൈലം നെറ്റിയിൽ പുരട്ടി വിശ്വാസപ്രമാണം എത്തിച്ച് ഞാൻ സെക്കൻഡ് ടൈം മെഡിക്കൽ എടുക്കാൻ പോയി. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ആവാഞ്ഞത് എൻ്റെ എക്സ്റേയിൽ കഫ്നെസ് കൂടുതലായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് മെഡിക്കൽ ഒന്നും കൂടി എടുക്കേണ്ടി വന്നത്. അങ്ങനെ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ എൻ്റെ മെഡിക്കൽ ക്ലിയർ ആവുകയും ചെയ്തു. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ ലഭിച്ചു. പിന്നെ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഒരു 6ാം ക്ലാസ് മുതലുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മൈഗ്രെയിൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് സൺലൈറ്റ് അടിക്കുമ്പോഴും അതുപോലെ സ്പീക്കറിൻ്റെ വോയിസ്, മൈക്കിൻ്റെ വോയിസ് ഒന്നും, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സിവിയർ ഹെഡ് പെയിൻ ഉണ്ടാവുമായിരുന്നു. പിന്നെ എനിക്ക് ഒരു നവംബർ ആയപ്പോൾ ടീത്തിന് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മെഡിസിൻ കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സിവിയർ അലർജിക് റിയാക്ഷൻസ് ബോഡിയിലുണ്ടായിരുന്നു. അത് കുറച്ച് സിവിയർ ആയിരുന്നു. എനിക്കതെൻ്റെ ത്രോട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടെ വന്ന് ഞാൻ പത്രം മടക്കുമായിരുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ മാസവും ഇവിടുത്തെ പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ അനാഥാലയത്തിൽ പോയി അവർക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള സാമ്പത്തികമായി അവർ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് രോഗാവസ്ഥയിലുള്ള ആൾക്കാർക്ക് ഫൈനാൻഷ്യലി അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശ്വാസപ്രമാണം എല്ലാ ദിവസവും ചെല്ലും, എത്രയും തീയുള്ള മാതാവ് ചെല്ലും. പിന്നെ കൊന്ത ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്യുമെൻ്റ് COE തരാതിരുന്ന സമയത്ത് ഞാൻ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു: കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നീ ശാന്തനായിരുന്നാൽ മതി. പുറപ്പാട് 14:14. അങ്ങനെ അതിനോട് ഉറച്ച് വിശ്വസിച്ചിട്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മാതാവ് ചെയ്തു തന്നത്. എനിക്ക് ഇതുവരെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനോട് ഈശോയോട് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 63, 7, 8 തിരുവചനങ്ങൾ. അവിടുന്ന് എൻ്റെ സഹായമാണ്, അങ്ങയുടെ ചിറകിന് കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലതുകരം എന്നെ താങ്ങി നിർത്തുന്നു. അലീന ബി മാർട്ടിൻ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ വിദേശത്ത് പോകുവാനുള്ള
എല്ലാ തടസ്സങ്ങളും ക്ലേശങ്ങളും മാറി പ്രയാസമായിരുന്ന COs ലഭിച്ച് മകൾക്ക് വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നു കിട്ടിയതിന് നിറക്കണ്ണുകളോടെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ നന്ദി പറയുകയാണ്. മകളുടെ ജീവിതത്തിൽ ഇടയ്ക്ക് വന്നു ചേർന്ന പ്രതിസന്ധികളിൽ മകൾ കണ്ടെത്തിയ പ്രത്യേകമായിട്ടുള്ള നിലപാടാണ് അത് പ്രേക്ഷിത പ്രവർത്തനം കുറച്ച് കൂടുതൽ ചെയ്യുക, അത് കൃപാസനത്തിൽ വന്ന് അവിടുത്തെ പ്രേക്ഷിത ശുശ്രൂഷകളിൽ സഹായിക്കുക, കുറേ കൂടി പ്രാർത്ഥനയിൽ ഒന്ന് സമയം ചിലവഴിച്ചുകൊണ്ട് അമ്മയോട് കൂടുതൽ വിശുദ്ധിയും വിശ്വസ്തതയുമുള്ള ജീവിതം കൈമാറുവാനായിട്ട് തയ്യാറാവുക. ആ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ മകൾ പങ്കുവച്ചത്. മകളുടെ മൈഗ്രെയിൻ മാറിയത്, മറ്റ് ശാരീരിക രോഗക്ലേശങ്ങൾക്ക് സൗഖ്യം കിട്ടിയത്, അമ്മയോടുള്ള വിശ്വസ്തതയുള്ള ബന്ധം തുടർന്നു പോകുമ്പോൾ അമ്മ പ്രതിസന്ധിയായി നിന്നിരുന്ന ഓരോ വിഷയവും എടുത്തു മാറ്റി ഭാരങ്ങൾ കുറച്ച് സാധ്യതകൾ മങ്ങിയോ എന്ന് കരുതിയ നാളുകളിൽ പോലും പുതിയ വഴികൾ തുറന്നു കൊടുത്ത് സുനിശ്ചിതമായി വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും മകൾക്ക് റെഡിയാക്കി കൊടുത്തതിന് മകൾ അമ്മയുടെ തിരുനടയിൽ നന്ദി പറയുന്നു. നമ്മുടെ ജീവിതം അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന നമ്മുടെ സന്നദ്ധതയുടെ പേരാണ് മരിയൻ ഉടമ്പടി. അത് അമ്മയോട് നമ്മൾ വാക്ക് കൊടുക്കുകയാണ്. ജീവിച്ചതുപോലെ ജീവിക്കത്തില്ല, അമ്മ ആഗ്രഹിക്കുന്നത് പോലെ, ഈശോ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതം ഞാനൊന്ന് തിരുത്തി ജീവിക്കുവാൻ തയ്യാറാവുന്നുവെന്ന്. ആ തിരുത്തി ജീവിക്കുവാനുള്ള പ്രക്രിയ നമ്മൾ അമ്മ മാതാവിനോട് വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെങ്കിൽ നാം സമർപ്പിച്ചിരിക്കുന്ന ഏതൊരു നിയോഗത്തിന്മേലും ദൈവികമായ ഇടപെടലുകളും വേഗതയും സുനിശ്ചിതമായി അത് ഫലമണിയുന്നതും കാണുവാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ ഈ മകൾ പങ്കുവയ്ക്കുന്നത്. ഈ മകൾക്ക് ലഭിച്ച ദൈവിക സംരക്ഷണത്തിന്, വിശ്വാസബോധ്യങ്ങൾക്ക്, ദൈവാനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.